ഇത് മേളം മറക്കാത്ത സ്വാദ് പ്രസന്റഡ് ബൈ മെഡിമിക്സ്. ഞങ്ങളുടെ ക്ലെൻസിംഗ് പാർട്ട്ണർ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ്. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കേത്ര. രുചികൾ തേടിയുള്ള നമ്മുടെ ഈ മത്സരയാത്രയിൽ നമ്മൾ വളരെ ദൂരം സഞ്ചരിച്ച് ഇന്നത് ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ നാട്ടുരുചി ഏതാണെന്നറിയാൻ എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. നിങ്ങളെ പോലെ തന്നെ കണ്ടസ്റ്റൻസിനും ഇല്ലേ എക്സൈറ്റ്മെന്റ്? ഏതാണ് ഇന്നത്തെ ഡിഷ് എന്ന് നിങ്ങൾക്കറിയായിരിക്കും. ആക്ച്വലി എനിക്ക് മാത്രമേ അറിയാറുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ ഡിഷ് ഏതാണ് എന്നറിയുന്നതിന് മുമ്പ് നമ്മുടെ ഏറ്റവും വിശിഷ്ട വ്യക്തി ഇവിടേക്ക് സ്വാഗതം ചെയ്യേണ്ട സമയമാണ്. നൗഷാദിക്ക. നമ്മള് ഇപ്പോ ഒത്തിരി എപ്പിസോഡ്സ് ആയി, ഒത്തിരി നാടൻ രുചികൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. അത് മാത്രമല്ല നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾ കൊണ്ടുവരുന്ന സ്പെഷ്യൽ വിഭവങ്ങൾ അല്ലെ. അപ്പൊ ഇതൊക്കെ അല്ലാണ്ട്, അതായത് ഇതൊക്കെ കണ്ടിട്ട് പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് മിക്കയ്ക്ക് എന്തൊക്കെയാണ് റെസ്പോൺസ് കിട്ടുന്നത്? ശരിക്കും ഒത്തിരി പേര് മറ്റേ മുരിങ്ങയില ഇട്ട മീൻ പറ്റിച്ചത് ഒത്തിരി പേര് ചെയ്തു. ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം അത് മുരിങ്ങയില എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തിയാണ്. അത് സാധാരണ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇഷ്ടമല്ല. പക്ഷെങ്കിൽ മീൻ്റെ കൂടെ പറ്റിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിന് പ്രത്യേക രുചിയാണ്. നമ്മുടെ ഇവിടുത്തെ വിഭവങ്ങള് ഏതെങ്കിലും ഒക്കെ ഇപ്പൊ ഇക്കയ്ക്ക് നമുക്ക് കാറ്ററിംഗ് ആണല്ലോ മെയിൻ ആയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സാധനം അവരുടെ പാർട്ടി അല്ലെങ്കിൽ വെഡിങ്ങിലേക്ക് ഇത് ഉൾപ്പെടുത്തണം എന്നുള്ള റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ടോ ഇപ്പോ? എന്നോട് ഈ മുരിങ്ങയിലയുടെ കാര്യം തന്നെ ചോദിച്ചായിരുന്നു. കാരണം നമ്മൾ ഈ ഊണൊക്കെ വരുമ്പോഴത്തേക്ക് മുരിങ്ങയില നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. നമ്മളത് ചെയ്യാനുള്ള, കാരണം അതൊക്കെ നല്ലതാണ്. ഇങ്ങനത്തെ പുതിയ പുതിയ ഡിഷുകളൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഇന്നത്തെ ഡിഷ് നമുക്ക് ഉണ്ടാക്കാനുള്ള സമയമായി. പക്ഷെ അത് ഉണ്ടാക്കുന്നത് ആരൊക്കെയാണെന്ന് ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് ഇന്നത്തെ ഡിഷ് ഏതാണെന്ന് നിങ്ങൾക്കും അറിയണ്ടേ? ചേന കായ എരിശ്ശേരി അല്ലേ? ഞാൻ ആദ്യമായിട്ടോ കേൾക്കണേ. എന്താണ് ഈ ഒരു ഡിഷിനെ കുറിച്ച് പറയാനുള്ളത്? എരിശ്ശേരി വളരെ രുചികരമായ ഒരു ഡിഷാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പലയിടത്തും പല രീതിയിലാണ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ഒരു രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഈ ആറന്മുള വള്ളസദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഈ എരിശ്ശേരി. അതെ, എരിശ്ശേരി ഒത്തിരി വെറൈറ്റി ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഈ ചേനയും കായും കൂടി ഇട്ടിട്ടുള്ള എരിശ്ശേരി, ഇത് ഈ ചിലയിടത്ത് ഇത് നമ്മൾ ചോറിനെ ഒഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ മധുരതാങ്കൂറിലൊക്കെ ഈ ക്രിസ്ത്യൻ കല്യാണത്തിനൊക്കെ എരിശ്ശേരി കായിട്ട്, അതൊരു മൊന്തങ്ക എന്ന് പറഞ്ഞൊരു കായുണ്ട്. അതിപ്പോൾ എനിക്ക് കാണാൻ കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ കറിക്കാന്നും പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു കായിട്ടാണ് അതുണ്ടാക്കുന്നത്. പരിപ്പും ഇതെല്ലാം കൂടി ചിലർ പയർ ചേർക്കും. ഇതെല്ലാം ചേർത്ത് ഉടച്ചെടുത്തിട്ട് അരപ്പ് ചേർത്തിട്ട് ഏറ്റവും അവസാനം തേങ്ങ വറുത്തൊക്കെ ചേർത്ത് ചിലർ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന വളരെ രുചികരമായ ഒരു ഡിഷാണ്. കാണാനും കേൾക്കാനും ഒക്കെ ഇച്ചിരി എരിശ്ശേരി എന്ന് പറയുമ്പോൾ ഇച്ചിരി ഉള്ളെങ്കിലും സംഭവം അത്യാവശ്യം നല്ലൊരു വെജിറ്റേറിയൻ ഡിഷിൻ്റെ അകത്ത് ഏറ്റവും രുചികരമായ ഒരു ഡിഷാണ്. എനിക്ക് തോന്നുന്നു ഈ പല സ്ഥലത്തും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഞാൻ അറിഞ്ഞത് ഇവരുടെ പ്രീ കുക്കിംഗ് സെഷനൊക്കെ ഇപ്പൊ ഭയങ്കര അടിച്ചു പൊളിച്ച് ആഘോഷമാക്കിയൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾക്കും അതൊക്കെ കാണാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് ആ വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ടൈം സ്റ്റാർട്ട് നൗ. മൂന്നാം ക്ലാസ്സിൽ ആദ്യം ഉണ്ടാക്കിയത് കുറച്ച് റൈസ് എടുക്കുക, കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക, പിന്നെ കുറച്ച് ഉപ്പ്, മുളക് പൊടി. ചൂട് ചോറിനകത്ത് ഐസ് ക്യൂബ് ഇട്ട് കളിച്ച വ്യക്തിയാ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായലിൽ വീണേ കുഞ്ഞിളം കയൽ മെല്ലെ കോരിയെടുക്കാൻ വാ. പത്മശ്രീ ഉണ്ടോ? പത്മശ്രീ എവിടെയാ? ഒരു പക്ഷേ ടെലിവിഷനിലൂടെ നമുക്ക് ഈ ഗന്ധം അറിയാൻ പറ്റുമായിരുന്നു. നിങ്ങളൊക്കെ ഇപ്പൊ കൊതി കൊണ്ടങ്ങ് തുള്ളിയനെ. കാര്യം അത്ര മണവാ ഇതിനകം മുഴുവൻ, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്വാദിന്റെ മണം. വരിക്ക ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി കൊടകരകിലി കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം.
പ്രീ കുക്കിംഗ് സെഷനൊക്കെ എല്ലാവരും വളരെ ആഹ്ലാദപൂർവ്വം സന്തോഷപൂർവ്വം ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചേന കായ എരിശ്ശേരി ഉണ്ടാക്കാൻ ഇന്ന് സെലക്ട് ആയിട്ടുള്ള 6 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് എന്നുള്ളത് എൻ്റെ കയ്യിൽ ഭദ്രമാണ്. അത് ആരൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. തീർച്ചയായിട്ടും എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ പ്രതീക്ഷയിലാണ്. കാരണം ഇവരെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. പൊതുവെ കിട്ടിയൊരു റിപ്പോർട്ട് അല്ലെ, ഭീകര ആഘോഷമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങളൊക്കെ ഇത്ര എക്സ്പേർട്ട് ആണോ ഈ ചേനാക്കായ എരിശ്ശേരി എന്ന് പറഞ്ഞ സാധനത്തില്? പാട്ടും ഡാൻസും ഭയങ്കര ബഹളമായിരുന്നു. ഇത് റിയാലിറ്റി ഷോ തന്നെയാണോ എനിക്ക് സംശയം. എന്തായാലും എല്ലാത്തിനും ഇപ്പൊ തീരുമാനം ഉണ്ടാക്കും 6 പേര് ആരാണെന്ന് ഇപ്പൊ സെലക്ട് ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രീ കുക്കിംഗ് സെഷനിലും നമുക്ക് മാർക്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് 6th പൊസിഷനിൽ നിന്നും 1st പൊസിഷനിലേക്ക് ആരൊക്കെയാണ് വന്നിരിക്കണമെന്ന് നോക്കാം. 6th പൊസിഷനിൽ എത്തിയിരിക്കുന്നത് റിൻസി ചേച്ചി. ചേനക്കായ എരിശ്ശേരി ആ കാലിക്കറ്റ് സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒരു സംഭവം എത്രത്തോളം പ്രോമിനന്റ് ആണ്? ചേനക്കായ അവിടെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഭവം കൂടിയാണ് ചേനക്കായ എരിശ്ശേരി. അതോ എരിശ്ശേരി പലതുണ്ടല്ലോ. ചേനക്കായ തന്നെയല്ലല്ലോ. ചേനക്കകത്ത് പയറിടാം, അതുപോലെ തന്നെ ഒരുപാട് എരിശ്ശേരി ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം ആദ്യം തന്നെ വിളിച്ചതില്. അതെ, പക്ഷേ 6th പൊസിഷനിലാണ് പ്രീ കുക്കിംഗില്. ഇത് ഇപ്പൊ ഈ സെഷൻ കഴിയുമ്പോ ഇത് മേലേക്ക് കയറണം. തീർച്ചയായിട്ടും കയറണം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ റിൻസി ചേച്ചിക്ക് ശേഷം ഇനി 5th പൊസിഷനിൽ എത്തി നിൽക്കുന്നത് സൂര്യ എബ്രഹാം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ നല്ല പട്ട് പോലത്തെ സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ? സന്തോഷേട്ടന്റെ കാറ്റടിക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും. നാടൻ ഭക്ഷണം ആയതുകൊണ്ട് കുറച്ച് അതെ, എന്നാലും ഒരു എരിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു സദ്യവട്ടത്തിലൊക്കെ വെക്കുന്ന ഒരു ഡിഷ്. അപ്പൊ ഏതാണ്ട് ആ ഒരു ഗെറ്റപ്പിലൊക്കെ അല്ലെ, ജിമിക്കി കമ്മലൊക്കെ ഇട്ടിട്ട് എനിക്ക് 3 എണ്ണം ഉണ്ട്. എന്തായാലും വളരെ സുന്ദരിയായിട്ടുണ്ട് അഡ്വക്കേറ്റ്. എരിശ്ശേരിയൊക്കെ പണ്ടേ ഉണ്ടാക്കാറുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ എപ്പോഴും എരിശ്ശേരി ഉണ്ടാക്കത്തില്ല. കാര്യം ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ എല്ലാവർക്കും നോൺ വെജ് ആണ് താല്പര്യം. അപ്പൊ അതുകൊണ്ട് എരിശ്ശേരി എപ്പോഴും ഉണ്ടാക്കത്തില്ല. പക്ഷേ എനിക്ക് ഇതൊരു ആക്ച്വലി ഇത് ഭയങ്കര നല്ലൊരു ചലഞ്ചിങ് കാര്യമാണ്. ബിക്കോസ് കൂടുതലും നോൺ വെജ് കഴിക്കുന്ന ഒരു ഫാമിലിന്ന് ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷിലേക്ക് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ലെ, അപ്പൊ ഇതിൽ കയറി വന്നാൽ നമുക്ക് അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഉറപ്പായിട്ടും ടോപ്പിൽ വരണം. അതെ, ഓൾ ദി വേ. താങ്ക് യു. നമ്മുടെ 4th പൊസിഷനിൽ എത്തി നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആരാണെന്ന് നോക്കാം. നമ്മുടെ സ്വന്തം പ്രിയ മേരി ആന്റണി. പ്രിയ ചേച്ചി, എന്താണ് പ്രിയ ചേച്ചി ഒരു ഞെട്ടലൊക്കെ ഉണ്ടല്ലോ? സത്യം അല്ലേ, എരിശ്ശേരി വലിയ പിടുത്തില്ല? പിടുത്തുണ്ട്, പക്ഷെ എന്താണ് അല്ലെങ്കിലും ഞാൻ പച്ചക്കറിയൊക്കെ ചെയ്യണത് വളരെ പുറകോട്ടാ. പക്ഷെ ഞാൻ ഒരുപാട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. കാരണം മത്തങ്ങ അരിശ്ശേരി ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നില്ല. ചേന അരിശ്ശേരി ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അതൊരു ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഇച്ചിരി നന്നായി ഉണ്ടായിരുന്നു അത് ഉണ്ടാക്കിയപ്പോ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി 3rd പൊസിഷനിൽ എത്തി നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആരാണെന്ന് നോക്കാം. സന്തോഷം. എന്റെ അമ്മ സന്തോഷം. സന്തോഷേട്ടാ പലതും കാണാം. അല്ല, എനിക്ക് സന്തോഷേട്ടനോട് ചോദിക്കുന്നതിന് മുമ്പ് ഇക്കേനോട് ചോദിക്കണം അതെന്താണ് ആ ഒരു എന്റെ അമ്മ. അല്ല, ഒരു എപ്പിസോഡിൽ കള്ളും കൊണ്ടൊക്കെയാ വന്നത്. അതെ, ഇനി ഇതിപ്പോ എരിശ്ശേരി. ഇനി എനിക്ക് അറിയേണ്ടത് എരിശ്ശേരിക്ക് എന്താണ് കോസ്റ്റ്യൂം എന്നാണ് എനിക്ക് അറിയാനുള്ള ഒരു സൈഡൊക്കെ വെക്കാൻ പോകുന്നത്. എന്ത് 2-1 തീരുമാനിച്ചാണോ വന്നേക്കുന്നേ? ഞാൻ 2-1 തീരുമാനിച്ചാ വന്നിരിക്കുന്നത്. കൊണ്ടേ പോകും. അത് മതി, നമുക്ക് കണ്ടറിയാം. സന്തോഷേട്ടന്റെ കാര്യത്തിൽ നമുക്ക് അധികം സംസാരമൊന്നും വേണ്ട, അതൊക്കെ പ്രവൃത്തിയിൽ അങ്ങ് കണ്ടോളും അല്ലേ? പിന്നെ ഞാൻ ഈ എരിശ്ശേരി പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയത് അത് എൻ്റെ വൈഫും ചേട്ടത്തെയും കൂടി പ്രത്യേകം എനിക്ക് പറഞ്ഞു തന്ന് എന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. ചേച്ചി അപ്പൊ പ്രത്യേകം പഠിപ്പിച്ച് വിട്ടിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇതില് നല്ലോണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ സുവർണ അവസരമായി കണക്കാക്കുക ചേച്ചി എന്നേ ഞാൻ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇനി 2nd പൊസിഷനിൽ എത്തി നിൽക്കുന്നത്
നമ്മുടെ കൂട്ടത്തിലെ ഫ്രീകത്തി സാൻഡ്ര റോസ്. സാൻഡ്ര, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളിലേക്കൊക്കെയാണ് സാൻഡ്രനെ സെലക്ട് ആവുന്നത് അല്ലേ? എരിശ്ശേരി ഉണ്ടാക്കാറുണ്ടോ വീട്ടില്? വലുതായിട്ടില്ല, പക്ഷെ ഇഷ്ടമാണ്, കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ നോൺ വെജ് ആണ് ഇഷ്ടം, അതുകൊണ്ട് കുറവാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇന്ന് ജിമിക്കി കമ്മലിലാണ് വന്നിരിക്കുന്നത്. അവിടെ വലിയൊരു ജിമിക്ക, അതിങ്ങനെ ആരും എന്റെ കണ്ണിൽ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക, അതാണ് ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. എടുക്കാവുന്ന ഒരു അതെ, എല്ലാരും ഇന്ന് ആക്ച്വലി നോക്കുകയാണെങ്കിൽ പ്രിപ്പയർഡ് ആണ് കേട്ടോ. കോസ്റ്റ്യൂം ഒക്കെ പക്കയാണ്. എന്താ നമ്മൾ മാത്രം ഇങ്ങനെ ആയിപ്പോയി? നമുക്ക് പിന്നെ കഴിക്കാൻ പ്രത്യേകിച്ച് കോസ്റ്റ്യൂം ഒന്നും വേണ്ട, അതുകൊണ്ടാണ്. എന്റെ കാര്യമില്ല, ഞാൻ അപ്പൊ സാൻഡ്ര, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ നമ്മുടെ ഈ എരിശ്ശേരി റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സോട് കൂടി പ്രീ കുക്കിംഗ് സെഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് നൗഷാദ്. സ്വന്തം പേര് തന്നെ പറഞ്ഞപ്പോ നൗഷാദ് എന്നൊക്കെ. നൗഷാദിക്ക, 2 പുരുഷന്മാര് ആദ്യമായിട്ട് ഒന്നിച്ചേറ്റുമുട്ടാൻ തോന്നുന്നല്ലേ? ഇതിനു മുമ്പ് അതെ, നമ്മുടെ ഈ ഷൂട്ടിന് തൊട്ട് മുമ്പേ ഇക്ക അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ആര്യ സാരി ഉടുത്തപ്പോഴാണ് ഞാൻ സെലക്ട് ആയത്, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സെലക്ട്. ഇന്നിപ്പോ ആര്യ സാരി ഉടുത്തത് കൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് മാത്രമല്ല, എനിക്ക് ഫുൾ കോൺഫിഡന്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതീക്ഷിച്ച പോലെ 6 ഫസ്റ്റിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മുടെ ജഡ്ജ്മെന്റും അപ്പൊ തെറ്റിയിട്ടില്ല. ഫസ്റ്റ് പൊസിഷനിൽ തന്നെ നൗഷാദിക്ക വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോ എന്ത് ചെയ്യുമ്പോഴും, ഇപ്പൊ ഒരു എക്സാം എഴുതുമ്പോഴൊക്കെ ഒരു അധ്യാപകന്റെ മേൽനോട്ടം വരൂലേ? അതെ അതെ, എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രീ കുക്കിങ്ങില് എന്റെ വൈഫിന്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? കാര്യങ്ങൾ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. സക്സസ് ഓഫ് എവറി മാൻ ദേർ ഈസ് എ വുമൺ അല്ലേ? അതെ, അവിടെ ഭാര്യ പഠിപ്പിച്ചു വിട്ടു, ഇവിടെ വൈഫിന്റെ മേൽനോട്ടം. എനിക്ക് വയ്യ. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് ഇക്ക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചേനക്കായ എരിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ 6 കണ്ടസ്റ്റന്റ്സ്. 6 പേർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. റെഡി അല്ലേ? അപ്പോ അരങ്ങ് അടുക്കളയാവട്ടെ. എന്തായി? 3 ചട്ടിയിലും വെള്ളം മാത്രം തിളയ്ക്കുന്നുണ്ട്. ചോറിടാൻ വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൂട്ടാനുണ്ടാക്കാനായിട്ട് മാങ്ങ വേവിച്ച് വെച്ചേക്കുക. സൂപ്പർ, അടിപൊളി. എന്തിനോ വേണ്ടി തിളക്കുന്ന കുറച്ച് വെള്ളം മാത്രം കാണാം. അപ്പൊ പ്രീ പ്രിപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. സൈഡ് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നുണ്ട്. ഒഴിച്ചു കൂട്ടാൻ, ചോറ്, ഒരു തോരൻ. അപ്പൊ മൊത്തം ഫുൾ കോഴ്സ് മീലാണ്. നല്ലൊരു സദ്യ. പിന്നല്ല, അടിപൊളി. അപ്പൊ എന്തായാലും നടക്കട്ടെ. ഓക്കെ. ചേനയും കായും, പിന്നെ തേങ്ങ തിരുമാൻ വെച്ചേക്കുന്നു. തിരുമിയിട്ടില്ല, തിരുമാൻ വെച്ചേക്കുന്നു. കോളിഫ്ലവർ അതിന്റെ പൊരിയൽ ഉണ്ടാക്കുന്നുണ്ട്. ശരി. പിന്നെ ചോറ് വെക്കുന്നുണ്ട്, മോരുകറി വെക്കുന്നുണ്ട്, സാലഡ് ഉണ്ട്. ഇപ്പൊ എരിശ്ശേരിന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ചേന ഇപ്പൊ വെന്തോണ്ടിരിക്കുന്നു. അതെ, ചേനയും കായും കൂടെ വെന്തോണ്ടിരിക്കുന്നു. ഇതിൽ നമുക്ക് അരച്ചിടണം, അതിന് തേങ്ങ തിരുമാൻ അരപ്പ് അരച്ചിടണം. ഓക്കെ. കായും ചേനയും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരുമുളക് സാധാരണ അങ്ങനെ എരിശ്ശേരിയിൽ ഇടുന്ന ഒരു സാധനമാണോ? അതെ, നേരത്തെ നമ്മൾ അവിടെ പോയി കറങ്ങി വന്നപ്പോഴൊന്നും കുരുമുളക് ആരും മെൻഷൻ ചെയ്തില്ല. ഇടും. ഓക്കെ, ആ ഒരു ചെറിയൊരു സ്പൈസിനെസ് കിട്ടും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്.
എന്തായിരുന്നു ചേച്ചി? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ചേന. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ചേനാന്ന് സ്വന്തമായിട്ട് തന്നെ പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാ, ഭീകര ക്യാപ്ഷൻ ആയിപ്പോയി. ചേനയുണ്ട്, കായുണ്ട്. ആക്ച്വലി തിളയ്ക്കുന്നില്ലല്ലോ, ഇത് വലിയ ബുദ്ധിമുട്ടാ. കരിഞ്ഞൊക്കെ തിളയ്ക്കുന്നു. എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? ചേന, കായ, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കറിവേപ്പില, ഓക്കെ, 2 പച്ചമുളകും, 2 പച്ചമുളകും. ഓക്കെ, ഇവിടെ എന്താണിത്? അത് ഇച്ചിരി ചോറ് വെക്കാൻ അരി. ചോറ്. അപ്പൊ എല്ലാരും സദ്യയാണോ ഇന്ന്? മൊത്തത്തിൽ ചോറുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇന്ന് ചോറുണ്ട്. സന്തോഷേട്ടാ, ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു കേട്ടോ. ഞങ്ങള് ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. എന്താണ്, എന്ത് സംഭവിച്ചു? അടുത്ത എപ്പിസോഡിൽ ചെയ്യാന്ന് വിചാരിച്ചു. അല്ല, അത് അങ്ങനെ, അത് മോശമാണ്. അതെ, ഞങ്ങൾ അങ്ങനെ ഒരു എപ്പിസോഡ് ഇടയ്ക്ക് വെച്ച് അങ്ങനെ കോട്ടം വരാൻ പാടില്ല. അല്ല, സമയം കിട്ടാഞ്ഞിട്ടാ. ഇത് ഞങ്ങൾ പോയിന്റ്സിൽ കട്ട് ചെയ്യും. എനിക്കൊന്ന് സമയം തരണ്ടേ? ഇങ്ങോട്ടൊന്ന് പിന്നെ അതിന് മാത്രമൊക്കെ ഉണ്ടായിരുന്നോ? എന്താണ് ഉദ്ദേശിച്ച് വെച്ചിരുന്നത്? എന്താണെന്നെങ്കിലും പറയൂ. ഞങ്ങൾ സന്തോഷന്റെ ചേന വെന്തു, കായ വെന്തു. ഇപ്പൊ എനിക്ക് ഇതിനകത്ത് പായസത്തിന് മാറ്റണം. ആ ചേന പ്രഥമൻ, പിന്നെ കായ ചേന. സുഭിഷ്ടമായ ഡിന്നറാണ് കേട്ടോ ഇന്ന്. ചേനയും കായയും മുളക് പൊടിയും മഞ്ഞളും ഉപ്പൂട്ട് ഇത്തിരി കുരുമുളക് ഇട്ട് ഞാൻ വേവിച്ച് ഇനിയിപ്പോൾ അരപ്പ് അരച്ച് ചേർക്കണം. പിന്നെ ഇത് വെച്ച് പൊരിയൽ, ചേന കൊണ്ടൊരു പൊരിയൽ ഉണ്ടാക്കാം. ചേന കൊണ്ട് പൊരിയൽ ഉണ്ടാക്കാൻ വേണ്ടി മസാല ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചു. ഒരാള് പായസം, ഒരാള് പൊരിയല്, ഒരിടത്ത് ഫുൾ ഓൺ സദ്യ, ചോറ്, പപ്പടം. പിന്നെ നമ്മള് മേളം മറക്കാത്ത സ്വാദിൽ ഭയങ്കര ലാവിഷാണ് നമ്മളല്ലേ. നമ്മളൊരു സദ്യക്ക് പോകുന്ന ഫീലാണ്. എന്നോട് എല്ലാരും ചോദിക്കുന്നുണ്ട്, കുട്ടി ഇതൊക്കെ കാണുന്നില്ലല്ലോ. എന്നോട് പറയുന്നുണ്ട് നല്ല കാണുന്നുണ്ടെന്ന്. അതെ, അപ്പൊ എന്തായാലും നടക്കട്ടെ പ്രിയജി. ഇക്ക, തിരുമൽ മത്സരമാണ്. നമ്മൾ വന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നോക്കൂ. എനിക്ക് തോന്നുന്നു ചില കോമ്പറ്റീഷൻ നടക്കുന്നതിനോട്ടല്ലേ. അതെ, ഒരു സൈഡിൽ നിന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആക്ച്വലി ഇതെന്തൊരു ഇരിപ്പാ ഇത്, സന്തോഷേട്ടാ. എനിക്ക് വയ്യ. അതെ 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 അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തേങ്ങ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, വയറാരും കാണാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ കാണുന്നവർക്ക് ഒരു നല്ല രസമല്ലേ, എല്ലാവരും നല്ല ഉഷാറായിട്ട് തേങ്ങ തരുമെന്ന്. സ്വാദ് പവേർഡ് ബൈ മെഡിമിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കുക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേനക്കായ എരിശ്ശേരിയാണ് നമ്മുടെ 6 കണ്ടസ്റ്റൻസും തകർത്തിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ സ്റ്റേജിലൊക്കെ ആയി. അതെ, ഏതാണ്ടൊക്കെ തീരുമാനമായി വരുന്നു. എല്ലാരും എനിക്കൊന്ന് സൈഡ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ ഒരു തിരക്കിലും തത്രപ്പാടിലും ഒക്കെയാണ്. തേങ്ങ വറുത്തതിന്റെ ഒക്കെ മണം വന്നിട്ടുണ്ട്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയെ ഇവിടേക്ക് സ്വാഗതം ചെയ്യാനുള്ള സമയമായില്ലേക്കാ? തീർച്ചയായിട്ടും. ഇപ്പോ എന്താ പറയാ, യങ്സ്റ്റേഴ്സിനെ ബേസ് ചെയ്തുള്ള മൂവീസ് അല്ലെങ്കിൽ അവരെ വെച്ച് ചെയ്യുന്ന മൂവീസ്, ഒത്തിരിയും നല്ല സിനിമകൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് ദൈവം സഹായിച്ച് കിട്ടുന്നുണ്ട്. അതില് ഈ ഒരു പെർട്ടിക്കുലർ ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഒരു ഡൗൺഫോൾ ഉണ്ടായെങ്കിലും ഫേസ്ബുക്കിൽ വന്ന റിവ്യൂസ്, കണ്ട പ്രേക്ഷകർ തന്നെ എഴുതിയ റിവ്യൂസ് കൊണ്ട് വീണ്ടും ഹൈപ്പിലേക്ക് പൊങ്ങി വന്ന് ഇപ്പോൾ സൂപ്പർ ഹിറ്റായി പൊക്കോണ്ടിരിക്കുന്ന ചിത്രം ക്വീനിലെ നായിക. സ്വാഗതം ചെയ്യാം സാനിയ. സാനിയ, വെൽക്കം ടു മേളം മറക്കാത്ത സ്വാദ്. താങ്ക് യു. സാനിയ, ക്വീൻ സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൗസ്ഫുൾ നല്ല രീതിയിൽ യങ്സ്റ്റേഴ്സ് ഏറ്റെടുത്തു.
അതിനോടൊപ്പം ഫാമിലി ഏറ്റെടുത്തു എന്ന് അറിയുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. സാനിയനെ ആക്ച്വലി നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നർത്തകി ആയിട്ടാണ് അല്ലെ, അതും ചില്ലറ നർത്തകി എന്നൊന്നും പറയാൻ പറ്റില്ല. യു ആർ എ ഫാന്റാബുലസ് ഡാൻസർ. അതെ, നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാംസ് വരെ ഈ ഇടയ്ക്ക് വരെയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് സാനിയനെ നല്ലോണം അറിയാം. ബട്ട് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയാണ്, ഒബ്വിയസ്ലി നമ്മൾ എല്ലാവരും ഷോ എന്ന് വന്നാണ് ഡാൻസ് റിയാലിറ്റി ഷോ. എക്സാക്ട്ലി ഇപ്പോൾ ആക്ടിംഗിലേക്ക്. അപ്പൊ എങ്ങനെയാണ് ക്വീൻ എന്ന മൂവിയുടെ ഓഫർ സാനിയനെ തേടി വന്നത്? തീർച്ചയായിട്ടും ഞാൻ റിയാലിറ്റി ഷോ കഴിഞ്ഞ സമയത്ത് എനിക്കറിയുന്നൊരു ഡാൻസർ തന്നെയാണ്. ഇങ്ങനെ ഓഡീഷൻ ഉണ്ട്. ഞാൻ ഓഡീഷനിൽ തന്നെയാണ് പോയത്. 3 ഓഡീഷൻസ് ഉണ്ടായിരുന്നു. 3ാമത്തെ ഓഡീഷനിൽ തന്നെയാണ് സെലക്ട് ആയത്. 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു റോള് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ നല്ല രീതിയിൽ ചെയ്തു. ഒബ്വിയസ്ലി നമുക്കത് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. സോങ് ആണ് റിലീസ് ചെയ്തത്. റിലീസ് ആവുന്ന ഒരു കുറച്ച് ദിവസം മുമ്പാണ് സോങ് റിലീസ് ചെയ്തത്. സോങ് റിലീസായി കഴിഞ്ഞപ്പോഴത്തേക്ക് അധികം ആൾക്കാരൊന്നും ആക്സെപ്റ്റ് ചെയ്തില്ലേ, ഇത്ര ചെറിയ കുട്ടി ഫേസ്. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമ റിലീസായി കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാരക്ടർ എല്ലാവരും മനസ്സിലാക്കി. ചിന്നു എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തു. സന്തോഷമുണ്ട്. ആക്ച്വലി ഇത് ഈ ഫീൽഡിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു നായികയാവണം, ഇതൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം? അതെ അതെ അതെ, ഡാൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. നമുക്ക് കാണാനും ഉണ്ട്. അതെ, എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ് ഫീൽഡിലേക്ക്. അമ്മയ്ക്ക് ഡാൻസിങ് ഇഷ്ടമാണ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. രണ്ടുപേരുടെ ഇഷ്ടമാണ്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ആരെയും നമ്മൾ നിരാശപ്പെടുത്തരുത്. അച്ഛനെ നിരാശപ്പെടുത്തരുത്, അമ്മയെ നിരാശപ്പെടുത്തരുത്. അതെ. ഇനി നമുക്ക് നമ്മുടെ പ്രധാന കാര്യത്തിലേക്ക് വരാം. ഫുഡ് എന്താണ്? ഫുഡിയാണോ? ഫുഡിനോട് നല്ല താല്പര്യം. എന്റെ ഒരു അറിവ് ശരിയാണ്, അല്ല എന്റെ ഒരു പൊതുവെ ഉള്ളൊരു ജഡ്ജ്മെന്റ് ആട്ടോ. അതായത് ഡാൻസ് കളിക്കുന്ന ആൾക്കാർ നല്ലോണം ഫുഡ് കഴിക്കും അല്ലെ. നമ്മുടെ ഇപ്പൊ ടീമിലുള്ള ബോയ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും എല്ലാം എങ്ങനെയാട്ടോ ഇരിക്കണം, ഇങ്ങനെയൊന്ന് നൂതിയാ പറന്നു പോവും ഇക്ക. പക്ഷെ ഇവര് കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മള് അത്ഭുതപ്പെട്ടു പോവും. നല്ലോണം ഇവര് കഴിക്കുന്നുണ്ട, നമുക്ക് വയറ് നിറഞ്ഞു പോവും. അങ്ങനെ ഫുഡ് കഴിക്കുന്ന പിള്ളേരാണ് ഡാൻസ് കളിക്കുന്ന പിള്ളേര്. അത്രയും അത്രയും എനർജി ഒക്കെ അവര്. അപ്പൊ ഞാൻ നോക്കുമ്പോ സാനിയ ബേസിക്കലി നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡാൻസറാണ്. അപ്പൊ എങ്ങനെയാണ് അതനുസരിച്ച് ഫുഡ് ഇൻടേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ എപ്പോഴും ഇല്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന ചില സമയത്ത് നമുക്ക് ഫുൾ ടൈം പ്രാക്ടീസ് ഉണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് തന്നെ അറിയില്ല എത്രയൊക്കെ കഴിക്കണേ. കുറെ ഇരുന്ന് കഴിക്കും. ഓരോ ബിസ്ക്കറ്റ് ആണെങ്കിലും അതാണല്ലോ. അപ്പൊ നോക്കുമ്പോഴത്തേക്കും കുറെ കഴിക്കും. അതനുസരിച്ച് നമ്മൾ വർക്ക്ഔട്ടും ചെയ്യുന്നുണ്ട്. അല്ലാത്ത സമയത്ത് അങ്ങനെ ഫുഡ് കഴിക്കലൊന്നുമില്ല. ഇല്ല, വീട്ടില് അമ്മ നല്ല അടിപൊളി അമ്മയുടെ കുക്കിംഗ് ഒക്കെ. അമ്മൂമ്മ, അതെ, അമ്മയുടെ അമ്മയും നല്ല കുക്കാണ്. ഓക്കെ. ഇപ്പൊ ചോറും ഉണ്ടാകാറുണ്ടല്ലോ സ്കൂളിലേക്ക് പോകുമ്പോ. അപ്പൊ എന്താണ് സാധാരണ ടിഫിനിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? നമ്മുടെ സ്കൂളിൽ നോൺ വെജ് കൊണ്ടുപോകാൻ പാടില്ല. ഫുൾ വെജാണ്. അപ്പൊ അമ്മ എന്തെങ്കിലും കോളിഫ്ലവറിന്റെ എന്തെങ്കിലും കളിയോ അല്ലെങ്കിൽ ക്യാബേജ് ഒലത്തിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് സോയാബീൻ വറുത്തതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോയാബീൻ വറുത്തത് അതൊക്കെ നമ്മൾ ചിക്കനാന്ന് ഓർത്തിട്ട് അതൊക്കെ കഴിക്കും. അപ്പൊ എന്തായാലും വെജിറ്റേറിയൻ സ്കൂളായ സ്ഥിതിക്ക് നമ്മൾ ഇന്നിവിടെ ഒരു അടിപൊളി വെജിറ്റേറിയൻ ഡിഷാണ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെച്ചിട്ട് ചെന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് അമ്മയോട് ഇത് ടിഫിനിൽ ഇട്ട് തരാം. ഈ സ്കൂളിൽ വെജിറ്റേറിയൻ പോയി ഇവിടെ വരുമ്പോഴെങ്കിലും എന്തെങ്കിലും നോൺ വെജിറ്റേറിയൻ കാണും. ഞാൻ മേക്കപ്പ് റൂമിൽ ഇരിക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്തോ ഇവിടെ ബിരിയാണി ആയിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ എന്താ എപ്പിസോഡിൽ വിളിക്കാൻ. ഒരു സന്തോഷ വാർത്ത കൊണ്ട് ഞാൻ പറയാം, നാളെ ഇവിടെ ബിരിയാണി. സന്തോഷായില്ലേ? വെജിറ്റബിൾ കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അപ്പൊ എന്തായാലും അവരുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പൊ ഇനി ഇത് ഫിനിഷ് ആയിട്ട് നമുക്കിനി ഇവരെ ശല്യപ്പെടുത്താൻ വേണ്ടി ഒന്നും കൂടി വരാം.
മറക്കാത്ത സ്വാദ് പവേർഡ് ബൈ മെഡിമിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കുക്കിംഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഇവർക്ക് ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്ത ഡിഷ് ചേന കായ എരിശ്ശേരി. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതെ, ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, നമ്മൾ കൗണ്ടൗണൊക്കെ പോണോ വെറുതെ? എന്നാലും നമ്മുടെ ഒരു ഫോർമാറ്റ് അതായതുകൊണ്ട് അല്ലേ, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ പണിയെടുത്തു എന്ന് എനിക്ക് തോന്നിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു കൗണ്ട് ഡൗൺ തരാം. ഓക്കെ, സോ ഹിയർ വി ഗോ. 5 4 3 2 1 and stop. സാൻഡ്രയുടെ വിഭവ സമൃദ്ധമായ സദ്യ റെഡിയാണ്. ഇതിൽ ഏതാണ് നമ്മുടെ എരിശ്ശേരി? ഇതല്ലേ? സൈഡിൽ ഇരിപ്പുണ്ട്. ഇത് ചേന വെച്ചിട്ട് അത് പഞ്ചസാരയില് എന്നിട്ട് നെയ്യില് വറുത്തെടുത്തത്. അപ്പൊ ബേസിക്കലി ഡെസേർട്ട് ആണ്. സാധാരണ നമ്മൾ പായസമൊക്കെയാണ് സദ്യയുടെ അവസാനം, പക്ഷെ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒരു സാധനമാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് എരിശ്ശേരി? സാനി ആദ്യമായിട്ടല്ലേ കഴിക്കണേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. സോഫ്റ്റ് ആണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ആക്ച്വലി വെറുതെ ചോറിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പപ്പടവും കൊള്ളാം. അപ്പൊ സാൻഡ്ര സംഭവം എന്തായാലും കലക്കിയിട്ടുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് വേറൊരു ടൈപ്പ് എരിശ്ശേരിയാ. വേറെ ടൈപ്പ് അല്ലേ? കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള, ഉപ്പിന്റെ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. ശരിയാണ്, എനിക്ക് ഉപ്പും കൂടെ ഉണ്ടായിരുന്നുണ്ടല്ലോ, അടിപൊളിയാണ്. നമ്മൾ ഈ ഇച്ചിരി കുറഞ്ഞുണ്ടല്ലോ, രുചിയുടെ ഒരു പകുതി നഷ്ടപ്പെടും. ഓക്കെ ഇക്ക, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇവിടെ എന്തൊക്കെയാ ഇത്? കഞ്ഞിയാണോ? പിന്നെ ചമ്പാരമുണ്ട്. എന്ത് ചമ്മന്തി അത്? അത് കാന്താരിമുളകും ഉള്ളിയും ഇഞ്ചിയും കുറച്ച് വാളംപുളിയും ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഓക്കെ. പിന്നെ എരിശ്ശേരി, ജാതിക്ക ഉപ്പിലിട്ടത്, പപ്പടം, കഞ്ഞി. ഭഗവാനേ, എന്തത്! നല്ല രസമുണ്ട്. നമുക്ക് എന്തായാലും എരിശ്ശേരി ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം. പിന്നെ ആ ഫ്ലേവേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഉപ്പ് നല്ല കറക്റ്റ്, ഒരു വറുത്തരച്ച് നന്നായിട്ടുണ്ട്. താങ്ക് യു. എന്തൊക്കെയാണ് ഇവിടുത്തെ സംഭവ വികാസങ്ങൾ? ഇത് തനി നാടൻ എരിശ്ശേരിയാണ്. അടിപൊളി. ഇത് കാന്താരി മുളക് അരച്ച എരിശ്ശേരിയാണ്. കാന്താരി മുളക് അരച്ച എരിശ്ശേരിയോ? കാന്താരി അരച്ചു, കാന്താരി മുളകാണ് അരച്ചേക്കുന്നത്. അത് സ്വന്തമായിട്ട് ചെയ്ത ഇന്നോവേഷൻ ആണോ? അതില് ചേർക്കാറില്ല. സാധാരണ കുരുമുളക്. തനി നാടനല്ലേ, നമ്മളൊക്കെ നാടനല്ലേ. അതെ അതെ. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ പൊടിക്കൈ. അതെ, പപ്പട ചമ്മന്തി ഒന്ന് കൂട്ടി നോക്കൂ. എന്താണിത്? പപ്പട ചമ്മന്തി. ഒരു മിനിറ്റ്, എരിശ്ശേരി കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും. എരിശ്ശേരി നന്നായിട്ടുണ്ട്. ഇതിന്റെ കളറും ടെക്സ്ചറും ഒക്കെ വേറെയാണ് അല്ലേ? ഇത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഇതിലെന്താണ് സന്തോഷ് ചേട്ടന്റെ സ്പെഷ്യൽ എന്തെങ്കിലും? ഒത്തിരി കാര്യങ്ങളുണ്ട്. കൂട്ട്. അപ്പൊ എന്തായാലും സന്തോഷ് ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇത് വേറൊരു ടേസ്റ്റ് ആയിരുന്നല്ലേ? എൻറ്റയർലി ഡിഫറെന്റ് ടേസ്റ്റ്. ഏറ്റവും വലിയ പ്രതിസന്ധി ഞങ്ങൾക്കാണ്. അതെ, സത്യം. ഇതിന്റെ അകത്തുനിന്ന് 1 2 3 ഞങ്ങളെ ഈ ഗസ്റ്റിനെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തുന്ന മെയിൻ കാരണം. അതെ, ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അങ്ങ് തലയിലെടുത്ത് വെക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇന്നൊരു കുഞ്ഞു ഗസ്റ്റിനെ നമ്മള് ബലിയാടാക്കാൻ പോവാ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വളരെ സ്വാദിഷ്ടമായ ചേനക്കായ എരിശ്ശേരി 6 പേരും 6 വ്യത്യസ്ത രീതിയിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഇക്ക പറഞ്ഞ പോലെ നമ്മളാണ് ശരിക്കും കുഴയാൻ പോകുന്നത്. ഇതില് ആർക്ക് നമ്മൾ എന്താ പറയാ, നമ്മൾ പോയിന്റ്സ് കൂടുതൽ കൊടുക്കും എന്നുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു കൈത്താങ്ങായി ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, നമ്മുടെ ഫെല്ലോ കണ്ടസ്റ്റൻസ്. അവർക്കും ചാൻസ് കൊടുക്കണം ഇവിടെ വരാനും ഇവരുടെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഡിഷസ് ടേസ്റ്റ് ചെയ്യാനും. അവരുടെ ഇവാലുവേഷൻ പോയിന്റ്സും കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഇതിനൊരു ജഡ്ജ്മെന്റ് പറയത്തുള്ളൂ. അപ്പോൾ ഗൈസ് പ്ലീസ് കം ഓൺ.
പവേർഡ് ബൈ മെഡിമിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കുക്കിംഗ് സെഷൻ കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ടേസ്റ്റിങ്ങും ഇവാലുവേഷനും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ആരാണ് ആ ഫസ്റ്റ് 3 പൊസിഷനിൽ എത്തി നിൽക്കുന്ന വിന്നേഴ്സ് എന്നറിയാം. 3rd പൊസിഷനിൽ എത്തി നിൽക്കുന്നത്, എനിക്കിത് അനൗൺസ് ചെയ്യാൻ ഭയങ്കര സന്തോഷമുണ്ട്. അതെ അല്ലേ? അതെ, നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. വളരെ സന്തോഷത്തോടെ പറയട്ടെ, എന്റെ അമ്മേ സന്തോഷേട്ടനാണ്. സന്തോഷേട്ടാ, എന്റെ ഒരു ധാരണ എന്താ അറിയോ, നമുക്ക് ഈ ഫാൻസി ഡ്രസ് ഒന്നും വേണ്ട, പ്രശ്നം അതിലൊന്നും ഒരു കാര്യമില്ല. ഇന്ന് മര്യാദക്ക് വന്ന് തുണിയൊക്കെ എടുത്ത് കുക്ക് ചെയ്തപ്പോ കണ്ടോ പ്രൈസ് കണ്ടോ. അപ്പൊ ഇത്രയും ദിവസം ഇക്ക ഡ്രസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അതാണ് ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇന്ന് അതൊക്കെ മാറ്റി വെച്ച് ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ കണ്ടല്ലോ. ഈ സമ്മാനം എന്റെ ഭാര്യക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, വൈക്കത്തിനും എന്റെ ഭാര്യയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അത് അടിപൊളിയായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞേക്കായിരുന്നു. ഇപ്പൊ ഏതാണ്ടൊക്കെ ഒന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമുക്കിനി സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ആരാണ് എന്ന് നോക്കാം. സെക്കൻഡ് പൊസിഷനിൽ എത്തി നിൽക്കുന്നത് സൂര്യ എബ്രഹാം. എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ സത്യത്തെയും എരിശ്ശേരിക്കകത്ത് അത്ര കോൺഫിഡന്റ് ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. സൂര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ വെജ് ആണ് വീട്ടിൽ എല്ലാരും കഴിക്കുന്നത്, വെജിറ്റേറിയൻ അങ്ങനെ ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ടാക്കി വന്നപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. ഭാഗ്യമായിട്ടും സന്തോഷം തോന്നുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കറിയേണ്ടത് ഏറ്റവും നന്നായിട്ട് എരിശ്ശേരി ഉണ്ടാക്കി ഫസ്റ്റ് പൊസിഷനിൽ വന്നത് ആരാണ് എന്നാണ്. അത് മറ്റാരുമല്ല, സാൻഡ്ര റോസ്. സാൻഡ്ര ഒരു ലഡ്ഡു പൊട്ടിയോ? ഒന്നല്ല, കുറെ ലഡ്ഡു പൊട്ടി. എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു, ഇങ്ങനെ ചെയ്യണം എന്ന്. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ കിട്ടുന്നതിന്റെ ഒരു പങ്ക് എല്ലാവർക്കും കൂടി വീതിച്ച് അല്ലേ? അപ്പോ എല്ലാവർക്കും 3 പേർക്കും ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനിയും നിങ്ങൾ മുകളിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങളുടെ മുകളിലുള്ള എക്സ്പെക്ടേഷൻസും അതുപോലെ കൂടിയിരിക്കുകയാണ് ഇതിന് മുന്നോട്ട്. അപ്പൊ ഇതിപ്പോ ഫസ്റ്റ് റൗണ്ടേ ആയിട്ടുള്ളൂ, നമുക്കിനി ഒരു റൗണ്ടും കൂടി ഉണ്ട്. അതിലെ അതിലെ പോയിന്റ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ടൈറ്റിൽ വിന്നർ ആരാണെന്നൊക്കെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്പിരിറ്റിൽ തന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേന, കായ, എരിശ്ശേരി, അരമുറി ചിരവിയ തേങ്ങ, ജീരകം, ചെറിയുള്ളി എന്നിവ ചേർത്ത് അരച്ചെടുക്കുക. കഷ്ണങ്ങളാക്കിയ ചേന പകുതി വേവിച്ച് അതിലേക്ക് കായ, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, അരച്ച മിശ്രിതം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി വേവിക്കുക. അതിനുശേഷം ഒരു ചട്ടിയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ചെറിയുള്ളി, തേങ്ങ എന്നിവ ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റി അതിലേക്ക് അല്പം മുളകുപൊടിയും ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച ചേന, കായ മിശ്രിതം ചേർത്തിളക്കി അല്പം കറിവേപ്പിലയും നെയ്യും ചേർത്ത് അടച്ചുവെക്കുക. അപ്പൊ നമുക്ക് വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. ആൻഡ് നമുക്ക് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ട് സാനിയാണ് നമ്മുടെ കൂടെ ഇന്ന് എരിശ്ശേരി. സാനി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ? സാനിയ നമുക്ക് എന്താ പറയാ, ഭയങ്കര നല്ല ഓണസ്റ്റ് ഒപ്പീനിയൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞെങ്കിലും പിന്നെ കാര്യം പിടികിട്ടി. ഇവിടെ അങ്ങനെ ഒന്നും നിന്നിട്ട് കാര്യമില്ല എന്ന്. അപ്പൊ സാനിയ, എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us today. ആൻഡ് ക്വീൻ നല്ലൊരു തുടക്കമായിരിക്കട്ടെ. ഇനി അങ്ങോട്ട് ഒത്തിരി നല്ല സിനിമകൾ സാനിയനെ തേടി വരട്ടെ. ഇതുപോലെ തന്നെ എന്താ പറയാ ലീഡ് റോൾസിൽ ഇനിയും ഞങ്ങൾക്ക് സാനിയനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഒരു ക്വീൻ ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. അപ്പൊ സാനിയ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. മേളം മറക്കാത്ത സ്വാദ് പവേർഡ് ബൈ മെഡിമിക്സിന്റെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് കുക്കിംഗ് സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സെക്കൻഡ് കുക്കിംഗ് സെഷൻ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് ഡിഷാണ്. ഈ ഡിഷ് ആരുടെയാണ്, എന്താണ് എന്നൊന്നും ഇവിടെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് കണ്ടസ്റ്റൻസിന് യാതൊരു ഐഡിയയുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സർപ്രൈസ് ഡിഷ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡിഷ് ആരുടെയാണ് എന്ന് ചോദിച്ചാൽ തേവരയിൽ നിന്നുമുള്ള രംഗനാഥൻ ചേട്ടൻ്റെ ഡിഷാണ്. ഈ ഡിഷിൻ്റെ പേര് കൊത്തമല്ലി ചിക്കൻ.
കൊത്തമല്ലി ഒരു തമിഴ് വേർഡ് അല്ലേ? അതെ, കൊത്തമല്ലി എന്ന് പറയുമ്പോൾ മല്ലിയില. നമ്മളിവിടെ മല്ലിയില, നമ്മള് കൊത്തമല്ലി അത് തമിഴ്നാട്ടിലാണ് മല്ലിയിലയ്ക്ക് കൊത്തമല്ലി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മല്ലിയില എന്ന് പറഞ്ഞാലേ അറിയാവൂ. ചിലപ്പോ കൊത്തമല്ലി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിചാരിക്കും ഇത് എന്താ സാധനം. ഒന്നുമില്ല, നമ്മുടെ മല്ലിയില അത് തന്നെയാണ് കൊത്തമല്ലി. കൊത്തമല്ലി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ, അതാണ് നമ്മുടെ ഇന്നത്തെ സർപ്രൈസ് ഡിഷ്. രംഗനാഥൻ ചേട്ടൻ ഉണ്ടാക്കിയ ഡിഷാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വിഷ്വൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ രംഗനാഥ്, എൻ്റെ വീട് തേവര. സേക്രഡ് സ്കൂളിലാണ് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. ശേഷം കോളേജ്, കൊച്ചിൻ കോളേജ്. പിന്നെ അതിനുശേഷം ഞാൻ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോകുന്നത്. ആ കോഴ്സിന് ശേഷം ഞാൻ താജ്, ഇപ്പോഴത്തെ ഗേറ്റ് വേ താജ്, അവിടെയാണ് ട്രെയിനിങ് ആയിട്ട് കയറുന്നത്. 3 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം കുമരകം താജ് 2 വർഷം. ആ സമയത്താണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ എനിക്ക് ഉള്ള കാഴ്ചയെന്ന് വെച്ചാൽ സൈഡ് വിഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ആ സമയത്തും ഞാൻ കാറ്ററിങ് അങ്ങനെ ഒപ്പം പോവുകയും സഹായിക്കാൻ പോയി. അങ്ങനെയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോയത്. കണ്ണിന് പ്രശ്നം വന്ന് ഈ ഫീൽഡ് വിട്ടുപോയത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ കൂടെയുള്ള എല്ലാവരും നല്ല നല്ല പൊസിഷനിലാണിപ്പോൾ. അതിനുശേഷം ഞാൻ PSC ശ്രമിച്ചു തുടങ്ങി. 3 വർഷം മുമ്പ് എനിക്ക് ഒരു ജോലി അത് നേടാൻ സാധിച്ചു. ഞാനിപ്പോൾ കോടതിയിൽ വർക്ക് ചെയ്യുന്നു. കൊച്ചി കോടതി, സബ് കോർട്ട് കൊച്ചി പ്രോസസ്സറായിട്ട് വർക്ക് ചെയ്യുന്നു. മേളം മറക്കാത്ത ഈ പരിപാടി എന്നെ ക്ഷണിച്ച് ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഫ്ലവേഴ്സ് ചാനൽ ഇങ്ങനെയുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം കൊത്തമല്ലി ചിക്കൻ മസാല. നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ കളർ തന്നെ ഒരു ഗ്രീനിഷ് കളറാണ്. മല്ലിയില അരച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ ഐറ്റമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പെരുംജീരകം, ഗാർലിക് ചോപ്പ്, ഗ്രീൻ ചില്ലി ചോപ്പ്, ഒനിയൻ ചോപ്പ്, ടൊമാറ്റോ ചോപ്പ്, ഗരം മസാല പൗഡർ, ടെർമറിക് പൗഡർ, പിന്നെ മല്ലിയില അരച്ചത്, തേങ്ങാപ്പാൽ, നെയ്യ്, പിന്നെ ചിക്കൻ. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അതിനായി ഞാൻ കുറച്ച് ഉപ്പിടുകയാണ്. കുറച്ച് ഗരം മസാല പൗഡർ, ടെർമറിക് പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടാകണം. അടുത്ത ഇൻഗ്രീഡിയൻ്റായ ഗാർലിക് ചോപ്പ് ഇടാവുന്നതാണ്. എരിവ് അവരുടെ ആവശ്യത്തിന് രുചിക്കനുസരിച്ച് ഇടാവുന്നതാണ്. ഇതിൽ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്രയും സവാള അരിഞ്ഞത് ഇടാവുന്നതാണ്. ഒനിയൻ നന്നായിട്ട് ബ്രൗൺ ആകണം. ഞാൻ ഇത് ബ്രൗൺ ആയത് എന്ന് അറിയുന്നത് നിങ്ങൾക്ക് സംശയം തോന്നാം. എനിക്ക് ഇതിൻ്റെ ഒരു ടൈമിങ്ങും പിന്നെ ഇതിൻ്റെ സ്മെല്ലിൽ നിന്നുമാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഗാർലിക് പേസ്റ്റ് ഇടാവുന്നതാണ്. ടൊമാറ്റോ ചോപ്പ്, മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടി നന്നായിട്ട് വാടിയ ശേഷം നമുക്കിതിൽ ചിക്കൻ ഇടാം. കുറച്ച് മൂടി വയ്ക്കാം. ഇതിൽ നമുക്ക് ചിക്കന് പകരമായിട്ട് ഫിഷോ ചെമ്മീനോ സ്കിഡോ അങ്ങനെ ഇത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഗരം മസാല ഇടണ്ട എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. അത് അപ്പവും ചപ്പാത്തി തുടങ്ങിയ ഇതിലിപ്പം കഴിക്കാൻ നല്ലതാണ്. ചിക്കൻ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അവസാന ഇതായ മല്ലിയില അരച്ചത്, മല്ലിയില, പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ടാണ് ഈ പേസ്റ്റ് തയ്യാറാക്കുന്നത്. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. നമുക്ക് അവസാനമായി ഒരു നുള്ളു നെയ്യ് കൂടി ചെയ്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ചിക്കൻ കൊത്തമല്ലി മസാല ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ
രംഗനാഥൻ ചേട്ടനെ കുറിച്ച് അറിഞ്ഞു. അദ്ദേഹത്തിന്റെ റെസിപ്പി എങ്ങനെയാണ്, അദ്ദേഹം ആ സ്പെഷ്യൽ കൊത്തമല്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ട സമയമായി. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രംഗനാഥൻ ചേട്ടനെ. ചേട്ടാ നമസ്കാരം. മേളം മറക്കാത്ത സ്വാദിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ചേട്ടൻ ഇന്ന് ഇവിടെ വന്നതിനും ചേട്ടൻ്റെ സ്പെഷ്യൽ ഡിഷ് ഞങ്ങൾക്ക് വേണ്ടി എന്താ പറയുക ചെയ്ത് കാണിച്ചതിനും അത് തന്നെ ഞങ്ങളുടെ കണ്ടസ്റ്റൻസിന് ഇന്ന് അത് സർപ്രൈസ് ഡിഷായിട്ട് കൊടുത്തതിലുമൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ചേട്ടാ ഈ ഡിഷിനെ പറ്റി ഇനി പറയുകയാണെങ്കിൽ കൊത്തമല്ലി ചിക്കൻ ഇത് ചേട്ടൻ്റെ സ്വന്തം ക്രിയേഷൻ ആണോ അതോ എവിടെന്നെങ്കിലും കിട്ടിയതാണോ? എൻ്റെ സ്വന്തം ക്രിയേഷൻ തന്നെയാണ്. എൻ്റെ സ്വന്തം ക്രിയേഷനാണ്. എന്തുകൊണ്ട് കൊത്തമല്ലി? പൊതുവെ കൊത്തമല്ലി അങ്ങനെ ആർക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം വളരെ കുറച്ച് ആൾക്കാർക്കാണ് ഈ മല്ലിയിലയോട് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ മല്ലിയില. മലയാളികൾക്ക് മല്ലിയില ഇഷ്ടമല്ല. നന്നായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നത്. അതെ, എന്തായാലും നമുക്ക് നമ്മുടെ കൊത്തമല്ലി ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മല്ലിയിലയുടെ ഒരു ഫ്ലേവർ നമുക്കത് ഇഷ്ടപ്പെടും. എനിക്ക് അതിന് ഡൗട്ട് ഉണ്ടായിരുന്നു, മല്ലിയിലയുടെ ഫ്ലേവർ കൂടിക്കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യുമെന്നുള്ളത്. അതെ, പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചോറ്, ചപ്പാത്തി, അപ്പം എല്ലാത്തിന്റെയും കൂടെ പോകുന്ന ഒരു കിടിലം കറി അല്ലേ? നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണ്ടസ്റ്റൻസിനും കൂടി ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. വരൂ, എല്ലാവരും വരൂ, മുന്നേക്ക് വരൂ. അങ്ങനെ നമ്മുടെ കൊത്തമല്ലി ചിക്കൻ നമ്മുടെ കണ്ടസ്റ്റൻസും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും നല്ലോണം ടേസ്റ്റ് ഒക്കെ ചെയ്തല്ലോ അല്ലേ? സംശയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ? ഓൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സ്വാദ് പവേർഡ് ബൈ മെഡിമിക്സിന്റെ രണ്ടാമത്തെ കുക്കിംഗ് സെഷൻ ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കൊത്തമല്ലിന്റെയും അല്ലേ? ചേട്ടൻ ഉണ്ടാക്കുമ്പോ ഇതുപോലെ മണമൊക്കെ വരുന്നുണ്ട്. ആ വരുന്ന അതേ മണം തന്നെയാണോ ഇപ്പൊ ഇവിടുന്ന് വരുന്നത്? കുഴപ്പമില്ല. ആ കുഴപ്പമില്ലാന്നേ ഉള്ളൂ കേട്ടോ. എക്സ്പെർട്ട് അഡ്വൈസ്, കുഴപ്പമില്ലാന്നേ ഉള്ളൂ, അതുവരെ എത്തിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇവർക്ക് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം കഴിഞ്ഞു. നമുക്ക് കൗണ്ട് ഡൗണിലേക്ക് കടക്കാം. സോ ഹിയർ വി ഗോ. 5, 4, 3, 2, 1 and stop. ഓക്കെ, അപ്പോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ടുണ്ട്. ഗരം മസാല പെപ്പറൊക്കെ ചുടിയാകാം. കൊള്ളാം. ഓവറോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് അല്ലേ? നന്നായിട്ടുണ്ട്. ഉപ്പ് ഇത്തിരി കൂടുതലാണ്. ഉപ്പ് ഒരു ലേശം കൂടുതലാണ്. പെരുംജീരകവും ഇത്തിരി കൂടുതലാണ്. ഉപ്പാണ് നമ്മളെ പിടിച്ചു നിർത്തണം. ഉപ്പാണ് ഇന്ന് ഒരു ഇച്ചിരി പ്രശ്നമായിട്ട് നിൽക്കുന്നത് അല്ലേ? വില്ലൻ ഇന്ന് ഉപ്പാണ്. ഇതും ഇത്തിരി ഉപ്പ് കൂടുതലാണ്. കുഴപ്പമില്ല, ഉപ്പ് കുറവാണ്. ഉപ്പിന്റെ മൊത്തത്തിലൊരു വില്ലനാണ് അല്ലേ? ഫ്ലേവർ മുൻപിലാണ്. മല്ലിയുടെ കൂടുതൽ മുന്നിൽ വന്നു പോയി. ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഉപ്പ് കുറവാണ്, മസാല കൂടുതലാണ്. കാരണം മസാല എല്ലാം ഫ്ലേവർ കൂടുതലാണ്. ഒരു പച്ച ഫ്ലേവർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്.
കനപ്പില്ല. കനപ്പില്ല. എണ്ണയുടെ ഫ്ലേവർ കുറച്ച് കൂടുതലാണ്. എന്തൊക്കെ ഒരു കുറവുണ്ട്. യെസ്, ടോട്ടലി. മൊത്തത്തിൽ എന്തൊക്കെ ഒരു കുറവുണ്ട്. മേളം മറക്കാത്ത സ്വാദ് പവേർഡ് ബൈ മെഡിമിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അല്ലേ? തീർച്ചയായിട്ടും. എല്ലാരും എന്താ ആലോചിക്കണമെന്ന് എനിക്കറിയാം. അതെങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും? ഈ റൗണ്ടിന് ഒരു വിന്നർ ഉണ്ട്, അത് ആരാണെന്ന് അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ എന്നല്ലേ? ഈ റൗണ്ടിന്റെ വിന്നർ ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത് ഫൈനൽ പോയിന്റ്സ്, ഫൈനൽ റിസൾട്ടിലാണ് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 3 എപ്പിസോഡ് വിന്നേഴ്സ് ആരാണ് എന്നുള്ളത് എന്റെ കൈകളിൽ ഭദ്രം. അവർക്കുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ റെഡിയാണ്. അപ്പൊ നമുക്ക് അത് ആരാണെന്ന് നോക്കിയാലോ? നമുക്ക് ഫസ്റ്റ്, അതെ, ഇന്നത്തെ എപ്പിസോഡിൽ 3rd പൊസിഷനിൽ വിത്ത് 6 പോയിന്റ്സ് വി ഹാവ് ഇന്നത്തെ എപ്പിസോഡിൽ 3rd പൊസിഷനിൽ വിത്ത് 6 പോയിന്റ്സ് വി ഹാവ് സന്തോഷ് ഏട്ടൻ. സന്തോഷ് ഏട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷമായല്ലോ. 6 പോയിന്റ്സ് കിട്ടി. ഇന്നത്തെ എപ്പിസോഡിൽ 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് 2nd പൊസിഷനിൽ, ഇന്നത്തെ എപ്പിസോഡിലെ 2nd പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ആരാണ് എന്ന് നോക്കാം. 2nd പൊസിഷനും 1st പൊസിഷനുമാണ് നമുക്ക് എപ്പോഴും ആ 2nd റൗണ്ടിലെ മാർക്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചേഞ്ച് വരുന്നത് ഈ 2 പൊസിഷൻസിലാണ് അല്ലേ? അപ്പൊ ഇന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത്? ആരാണ് 2nd പൊസിഷനിൽ എത്തി നിൽക്കുന്നത്? അവിടെ ആ മാർക്സ് എന്തെങ്കിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ അറിയാം. വിത്ത് എ ടോട്ടൽ സ്കോർ ഓഫ് 8 പോയിന്റ്സ് ഇന്നത്തെ എപ്പിസോഡിന്റെ 2ാമത്തെ പൊസിഷനിൽ എത്തിയത് സൂര്യ എബ്രഹാം. കൺഗ്രാറ്റുലേഷൻസ് സൂര്യ. സൂര്യയുടെ ഇന്നത്തെ 2 ഡിഷും അത്യാവശ്യം നല്ല നല്ല അഭിപ്രായങ്ങൾ കേട്ട ഡിഷസ് ആയിരുന്നു അല്ലേ? അതെ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാര്യം ഞാൻ ഗ്രേവി ആയിട്ട് കുറച്ച് അത് വെന്ത് വരുന്ന സമയത്ത് എനിക്ക് അത്ര ഉപ്പ് തോന്നിയില്ല. പക്ഷെ അത് കുറച്ച് ഡ്രൈ ആയി വന്നപ്പം കുറച്ച് ഉപ്പ് കൂടി പോയതാണ്. അപ്പൊ എനിക്ക് അന്നേരം ഉപ്പ് കൂടി എന്ന് പറഞ്ഞപ്പോൾ വിഷമം തോന്നിയായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനി നമുക്കറിയേണ്ടത് ഇന്നത്തെ 1st പൊസിഷനിൽ എത്തിയ കണ്ടസ്റ്റന്റ് ആരാണ് എന്നതാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ 2nd റൗണ്ട് ഓഫ് കുക്കിംഗ്, അതായത് കൊത്തമല്ലി ചിക്കൻ കറി എന്ന ഡിഷ് കുക്ക് ചെയ്ത് അതിന്റെ ആ റൗണ്ടിലെ വിന്നറായി 5 പോയിന്റ്സും കൂടി ആഡ് ആയി. വിത്ത് എ ടോട്ടൽ ഓഫ് 15 points we have Sandra at the top position of today's episode. Congratulations Sandra. എനിക്ക് തോന്നുന്നു സാൻഡ്ര ആദ്യമായിട്ടാണ് നമ്മുടെ ഷോയിലെ ടോപ്പ് പൊസിഷനിൽ വരുന്ന എപ്പിസോഡിൽ അല്ലേ? എന്താ സാൻഡ്ര പറയാനുള്ളത്? ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഈ ഡെലിവറിക്കൊക്കെ പോകുന്നത് പോലെ ആദ്യത്തെ കുട്ടിയെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് അതായിരിക്കും അല്ലോ. അതുപോലെയാണ് ഒരു ഡിഷ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റും മീൻസ് അത് നമുക്ക് നന്നാക്കണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി. അതിനുശേഷമുള്ളത് ഓവർ കോൺഫിഡൻസ് കാരണം നമ്മൾ അങ്ങ് അധികം നന്നാക്കി കുളമാക്കുന്നത്. അപ്പം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവർക്കുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കാനുള്ള സമയമായി. ഖേത്രയാണ് ഇവരുടെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. 3rd പൊസിഷനിൽ എത്തിയിരിക്കുന്ന സന്തോഷ് ഏട്ടന് ഖേത്രയുടെ വക ഗിഫ്റ്റ് ഹാമ്പർ. പൊസിഷനിൽ എത്തി നിൽക്കുന്ന സൂര്യയ്ക്ക് ഖേത്രയുടെ വക ഗിഫ്റ്റ് ഹാമ്പർ. ആൻഡ് ഫൈനലി നമ്മുടെ 1st പൊസിഷനിൽ എത്തി നിൽക്കുന്ന നമ്മുടെ എപ്പിസോഡ് വിന്നറായ സാൻഡ്രയ്ക്കും ഖേത്രയുടെ വക ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പോൾ on a happy note we are ending today's episode because ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ വിന്നേഴ്സ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് അധികം ഇവിടെ അങ്ങനെ കണ്ടു കിട്ടാത്ത 3 മുഖങ്ങളാണ്. അപ്പം ഞങ്ങൾക്കും അതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ ഇനിയും മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ ദിസ് ഇസ് മേളം മറക്കാത്ത സ്വാദ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.